ബഷീർ അനുസ്മരണം. ശബ്ദം പ്രഭാവതി ഇ.പി. AUP സ്കൂൾ, ആക്കൊടിവിരിപ്പാടം. 1908 മുതൽ 1994 വരെയാണ് ബഷീറിൻ്റെ ജീവിതകാലം. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിൽ കായി അബ്ദുറഹിമാൻ്റെയും കുഞ്ഞാത്തുമ്മയുടെയും മൂത്ത മകനായി ബഷീർ ജനിച്ചു. വളരെ രസകരവും സാഹസികവുമായ ജീവിതമായിരുന്നു ബഷീറിൻ്റേത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേരളത്തിൽ വന്ന ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടി. ഇത് ബഷീറിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. അങ്ങനെ കോഴിക്കോടെത്തിയ ബഷീർ സ്വാതന്ത്ര്യസമര രംഗത്തേക്ക് എടുത്തുചാടി. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. തുടർന്ന് തീവ്രവാദ സംഘടനയുണ്ടാക്കി. സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ബഷീറിൻ്റെ ആദ്യകാല കൃതികൾ. ഈ കാലഘട്ടത്തിൽ ബഷീർ പ്രഭ എന്ന തൂലികാനാമമാണ് സ്വീകരിച്ചത്. ഇന്ത്യയൊട്ടാകെ കറങ്ങി നടന്ന് പല ഭാഷകൾ പഠിക്കുകയും പല ജോലികൾ ചെയ്ത് ജീവിതം നയിക്കുകയും ചെയ്തു. ഹാസ്യം കൊണ്ട് വായനക്കാരെ ഒരുപോലെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ബഷീറിൻ്റെ കൃതികൾ വളരെ പ്രസിദ്ധമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി വരച്ചുകാട്ടുന്ന മറ്റൊരു കഥാകൃത്തിനെയും നാം കണ്ടിട്ടുണ്ടാവില്ല. വെറുമൊരു സാഹിത്യകാരനല്ലായിരുന്നു ബഷീർ. ചെറിയ ചെറിയ വാക്കുകളിലൂടെ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച വലിയൊരു മനുഷ്യനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഇമ്മിണി വല്യ ഒന്നും സ്ഥലത്തെ പ്രധാന ദിവ്യനും ഭൂമിയുടെ നടുമധ്യവുമെല്ലാം ബഷീർ ശൈലിയുടെ പ്രത്യേകതകൾ തന്നെ. ബഷീറിൻ്റെ ആദ്യ കൃതിയാണ് പ്രേമലേഖനം. മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് പാത്തുമ്മായുടെ ആട്, പൂവൻപഴം, വിശ്വവിഖ്യാതമായ മൂക്ക്, എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു തുടങ്ങിയവ. 1991 ബഷീർ അവസാന കൃതി പ്രസിദ്ധീകരിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ അവാർഡും വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 26ാം ചരമവാർഷിക ദിനമായ ജൂലൈ 5 ഞായറാഴ്ച കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ വയലാലിൽ എഴുത്തിനെ സ്നേഹിക്കുന്നവരുടെ ഒരു സംഗമവേദി കൂടിയാണ്.